മമ്മൂട്ടിയുടെ ക്രൈം ത്രില്ലർ ചിത്രം കളങ്കാവൽ ഇപ്പോഴും തിയേറ്ററുകളിൽ വിജയകരമായി പ്രദർശനം തുടരുകയാണ്. ഈ വർഷം തിയേറ്ററുകളിലെത്തിയ ചിത്രങ്ങളിൽ ബോക്സ് ഓഫീസ് വിജയവും നിരൂപക ശ്രദ്ധയും ഒരുപോലെ നേടിയ ചിത്രമായിരുന്നു കളങ്കാവൽ. ചിത്രത്തിന്റെ OTT വിവരങ്ങൾ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചതിന് പിന്നാലെ കളക്ഷൻ കണക്കുകളും പുറത്തുവന്നിട്ടുണ്ട്. മലയാള സിനിമാസ്വാദകർക്ക് പുത്തൻ കാഴ്ചവിസ്മയം സമ്മാനിച്ച സിനിമയാണ് കളങ്കാവൽ. മമ്മൂട്ടിയുടെ പ്രതിനായക കഥാപാത്രവും വിനായകന്റെ നായിക കഥാപാത്രവുമാണ് ഇന്നെങ്ങും ചർച്ചയാവുന്നത്. മമ്മൂട്ടി സ്റ്റാൻലി എന്ന വില്ലനായി തകർത്താടിയപ്പോൾ പോലീസ് വേഷത്തിൽ വിനായകനും നിറഞ്ഞു നിന്നു. സൈരൻ മോഹൻ കേസിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട ജിഷ്ണു ശ്രീകുമാറും ജിതിൻ കെ ജോസും ചേർന്നാണ് ചിത്രത്തിന് തിരക്കഥയൊരുക്കിയിരിക്കുന്നത്. ക്രൈം ഡ്രാമ ഗണത്തിൽപ്പെട്ട ചിത്രം ജിതിൻ കെ ജോസാണ് സംവിധാനം ചെയ്തിരിക്കുന്നത്. മമ്മൂട്ടി കമ്പനിയുടെ ബാനറിൽ നിർമ്മിക്കുന്ന 7ാമത്തെ ചിത്രമായ കളങ്കാവലിന് ഇപ്പോഴും ഗംഭീര ബുക്കിംഗാണ് കേരളത്തിലുടനീളം ലഭിക്കുന്നത്. ആദ്യ ഷോ കഴിഞ്ഞതിന് പിന്നാലെ മികച്ച പ്രേക്ഷക നിരൂപക പ്രശംസകൾ നേടിയ കളങ്കാവൽ ആദ്യ വാരത്തിൽ തന്നെ 50 കോടി ക്ലബ്ബിൽ എത്തിയിരുന്നു. 2025 ക്ലാസിക് ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റായ കളങ്കാവൽ റിലീസ് ചെയ്ത 24 ദിവസങ്ങൾ പിന്നിടുമ്പോൾ ആഗോളതലത്തിൽ നിന്ന് 83 കോടി രൂപ പിന്നിട്ടു കഴിഞ്ഞു. ഇതോടെ ചിത്രം മമ്മൂട്ടിയുടെ കരിയറിലെ തന്നെ ഏറ്റവും വലിയ 2ാമത്തെ ആഗോള ഗ്രോസറായി മാറിയിരിക്കുകയാണ്. 82 കോടിയോളം ആഗോള ഗ്രോസ് നേടിയ കണ്ണൂർ സ്ക്വാഡിന്റെ റെക്കോർഡാണ് ചിത്രം ഇതോടെ മറികടന്നിരിക്കുന്നത്. 85 കോടിക്ക് മുകളിൽ ആഗോള ഗ്രോസ് നേടിയ ഭീഷ്മപർവമാണ് മമ്മൂട്ടിയുടെ ഏറ്റവും വലിയ ബോക്സ് ഓഫീസ് ഹിറ്റ്. കളങ്കാവൽ ഈ നമ്പറും മറികടന്ന് മുന്നേറുമെന്ന് തന്നെയാണ് പ്രേക്ഷകരുടെ പ്രതീക്ഷകൾ. കേരളത്തിൽ നിന്ന് മാത്രം ചിത്രം ഇതുവരെ 36 കോടിക്ക് മുകളിൽ ഗ്രോസ് കളക്ഷൻ നേടിയിട്ടുണ്ട്. അതിനിടെ തിയേറ്ററുകളിലെത്തി 25ാം ദിനത്തിൽ ചിത്രത്തിന്റെ ഒഫീഷ്യൽ OTT പ്രഖ്യാപനവും വന്നിരുന്നു. പ്രമുഖ പ്ലാറ്റ്ഫോമായ സോണി ലിവിലൂടെയാണ് ചിത്രത്തിന്റെ സ്ട്രീമിംഗ് ആരംഭിക്കുക. ജനുവരിയിൽ എത്തുമെന്നതല്ലാതെ തീയതി പ്രഖ്യാപിച്ചിട്ടില്ല. കരാർ അനുസരിച്ചുള്ള തിയേറ്റർ ദിനങ്ങൾ പൂർത്തിയാക്കിയാൽ ഒന്നിലധികം ഭാഷകളിൽ ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കും. ജിബിൻ ഗോപിനാഥ്, ബിജു പപ്പൻ, രജിഷ വിജയൻ, ഗായത്രി അരുൺ, മാളവിക, ശ്രുതി രാമചന്ദ്രൻ എന്നിവരാണ് ചിത്രത്തിൽ മറ്റു കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. ഫൈസൽ അലി ഛായാഗ്രഹണം നിർവഹിക്കുന്ന ചിത്രത്തിന്റെ സംഗീത സംവിധാനം കൈകാര്യം ചെയ്തിരിക്കുന്നത് മുജീബ് മജീദാണ്. എന്റർടൈൻമെന്റ് ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.